ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീണ്ടും ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കറികളൊന്നുമില്ല, നമ്മൾ സാധാരണയായി വീട്ടിലുണ്ടാക്കുന്ന ചെറിയ ചില കറികൾ മാത്രമാണ് ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ബീഫുണ്ട്, പിന്നെ ഇത്തിരി അവിയലാണ് വെക്കുന്നത്. അവിയലിന് വേണ്ട പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവിയൽ വെക്കാനൊക്കെ അറിയാം. ഞാൻ വെക്കുന്ന ഒരു രീതി ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. ഇത്തിരി ക്യാരറ്റും കായും വെള്ളരിക്കായും മുരിങ്ങയ്ക്ക പിന്നെ പടവളങ്ങ ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇത്തിരി ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത്. ആദ്യമേ ഞാൻ ഇത്തിരി വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്, പിന്നെ തോന്നി ഇത്തിരി കൂടെ വേണമെന്ന്, അങ്ങനെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. വേവുന്ന സമയം കൊണ്ട് നമുക്കിത്തിരി അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പിന് തേങ്ങ, ജീരകം, ഒരല്ലി വെളുത്തുള്ളി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആദ്യമേ ഒന്ന് ക്രഷ് ചെയ്തു. പിന്നീട് 3-4 ചെറിയ ഉള്ളിയും 1 സ്പൂൺ കടുക്, ഇത്തിരി കറിവേപ്പിലയും കൂടെ ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. കടുക് ചതച്ചതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവിയലിന് നല്ല ടേസ്റ്റാണ് കടുക് ചതച്ച് നമ്മൾ അവിയൽ വയ്ക്കുമ്പോൾ. പിന്നെ അരപ്പ് നമ്മൾ വെന്ത പച്ചക്കറിക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് നന്നായി മിക്സ് ചെയ്ത് ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ അവിയൽ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്. കടുക് ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കടുക് മാത്രം ചതച്ചാൽ പോരാ, കൂട്ടത്തിൽ ഒരു 3-4 ചെറിയ ഉള്ളിയും ഇത്തിരി കറിവേപ്പിലയും കൂടെ ചതയ്ക്കണം. എന്നാൽ മാത്രമേ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ അവിയൽ. വെള്ളമൊന്നും ഇല്ലാതെയാണ് ഞാൻ തോർത്തിയെടുക്കുന്നത്. നമ്മളിവിടെ അങ്ങനെ തൈരൊന്നും ചേർക്കാറില്ല. വല്ലപ്പോഴും തക്കാളി ചേർക്കാറുണ്ട്. ഇന്ന് ഞാൻ തക്കാളിയും ചേർത്തിട്ടില്ല. മാങ്ങയോ തൈരോ ഒന്നും നമ്മളിവിടെ അവിയലിൽ അങ്ങനെ ചേർക്കാറില്ല. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാണ് ഇനി ഒരു മുരിങ്ങയ്ക്ക തോരനാണ് വെക്കുന്നത്. മുരിങ്ങയ്ക്ക ഇതേപോലെ അല്ല തോരൻ വെക്കുന്നത്. ഇതിനകത്ത് നിന്നിൻ്റെ കാമ്പ് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ചുരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞതും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് കടുക് വറുത്തിട്ട് അതിലേക്കാണ് ചേർക്കുന്നത്. ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ കാമ്പും ചേർത്ത് പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ തോടില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ആ വെളിച്ചെണ്ണയിലും അതിൻ്റെ ആവിയിലും ഇരുന്ന് തന്നെ വെന്തോളൂ. ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കേണ്ട എന്ന് പറഞ്ഞത്. ആ ആവിയിൽ തന്നെ അത് വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും നമുക്കത് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. തേങ്ങ തിരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും 1 നുള്ളു ജീരകവും 2-3 കാന്താരി മുളകാണ് ഞാൻ ചതച്ചത്. കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാവുന്നതേ ഉള്ളൂ. പച്ചമുളക് ഞാൻ ഓൾറെഡി അതിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി അരപ്പിനകത്ത് ഞാൻ ഒരു 2-3 കാന്താരിയും കൂടെ അരച്ചിട്ടുണ്ട്. പച്ചമുളകിന് വലിയ എരിവുള്ള പച്ചമുളകല്ലായിരുന്നു. അതുകൊണ്ടാണ് കാന്താരി മുളക് കൂടെ ചതച്ചെടുത്തത്. കാന്താരിയൊക്കെ തോരന് ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് 2-3 കാന്താരിയും കൂടെ ചതച്ച് കൊടുത്തത്. പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കേണ്ട കാര്യമില്ല. ആദ്യമേ തന്നെ നമ്മൾ വറവ് ഇട്ടിട്ടാണ് മുരിങ്ങയ്ക്കയുടെ കാമ്പ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇനി കടുക് വറുക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായി തോർത്തി എടുത്തു കഴിഞ്ഞാൽ അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ തിന്നാൻ എളുപ്പമായിരിക്കും. തോരൻ ഇങ്ങനെ കാമ്പ് മാത്രമാണല്ലോ, അതുകൊണ്ട് അവർക്ക് തിന്നാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്തിരി ബീഫ് വാങ്ങിയിട്ടുണ്ട്. കുക്കറിൽ എളുപ്പത്തിലൊരു കറിയാണ് വെക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കാത്ത ബീഫ് ഇവിടെ വെക്കാറേ ഇല്ല. ആദ്യമേ പറയുന്നത് തേങ്ങാക്കൊത്ത് ചേർക്കണമെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട് ബീഫിൽ. പിന്നെ ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ചതച്ച് വെച്ചതില്ലെങ്കിൽ നമുക്ക് പേസ്റ്റ് ചേർത്താലും മതി. ഈ സമയം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പ്രത്യേകിച്ച് നിങ്ങളവന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ബീഫ് കറിയൊക്കെ വെക്കാൻ അറിയാം. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത്
നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് വെള്ളമൊക്കെ വാർന്നു പോയ ബീഫ് കൂടി ഇട്ട് കൊടുത്ത് ഇനി ആ ഉപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ വേണ്ട, സവാളയ്ക്ക് ഉപ്പിട്ടാണ് വെച്ചത്, അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ കാണും. വേണമെങ്കിൽ ഇത്രയോടൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കിനി അടച്ചു വെച്ചൊരു 3-4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് വിട്ട് ഒരു 5 വിസിലൊക്കെ കേട്ടപ്പം തന്നെ എൻ്റെ ബീഫ് വെന്ത് കിട്ടി കേട്ടോ. ഇളവൻ ബീഫായിരുന്നെന്ന് തോന്നുന്നു. നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4 വിസിലൊക്കെ കേട്ടപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ബീഫ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഇനി അടച്ചു വെച്ചാൽ നമ്മുടെ ബീഫ് കറി ഇനി കഴിക്കാൻ നേരത്തെ എടുത്താൽ മാത്രം മതി. സൂപ്പർ ടേസ്റ്റിയായ ഒരു ബീഫ് കറി. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളെല്ലാം റെഡിയാണ് കേട്ടോ. ബീഫ് കറിയുണ്ട്, പിന്നെ സ്വാദിഷ്ടമായ അവിയലുണ്ട്, പിന്നെ ഒരു തോരനും ഉണ്ട്, പിന്നെ നമുക്ക് അച്ചാറും ഇരിപ്പുണ്ട്, പിന്നെ രാവിലെ ദോശയ്ക്ക് വെച്ച കിഴങ്ങേറി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലേ ഉച്ചയൂണിന്? അപ്പോൾ നമുക്കിനി അത് പാത്രത്തിലേക്ക് വിളമ്പിയാലോ. പാത്രത്തിലേക്ക് നമുക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള ചോറാണ്, അതുകൊണ്ട് തന്നെ ഇച്ചിരി നിരത്തി വയ്ക്കുന്നുണ്ട് ഞാൻ. ചോറിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി അത് ആവശ്യത്തിനുള്ള ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിയൽ വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, അവിയലിന് ഇന്നത്തെ പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അവിയലിനകത്ത് അരപ്പിനകത്ത് നമ്മൾ അരച്ചിരിക്കുന്ന കടുകാണ്. ഇപ്പം ഞാൻ വിളമ്പിയത് മുരിങ്ങയ്ക്ക തോരനാണ് കേട്ടോ. കടുക് ചതച്ച് അവിയൽ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ചതയ്ക്കണമെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ കഴിയൂ. ചെറിയ ഉള്ളിയും കടുകും ഇത്തിരി കറിവേപ്പിലയും കൂടെ വേണം അവസാനം ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കാൻ. അരഞ്ഞു പോവണ്ട. ലാസ്റ്റ് അരപ്പൊന്ന് ചതച്ചിട്ട് നമ്മൾ അവസാനം ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. നല്ല ടേസ്റ്റിയായ ഒരു അവിയൽ കിട്ടും. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് പച്ചക്കറികളൊന്നും വെന്ത് അളിഞ്ഞു പോകരുത്, എന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അളിഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവിയലും പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലത്തെ പറഞ്ഞല്ലോ കിഴങ്ങേറി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഉള്ളിയും കിഴങ്ങും തക്കാളിയും കൂടെ ക്യാരറ്റും കൂടെ ചേർത്ത് കറി വെച്ചതാണ്. മസാലയൊക്കെ ചേർത്തുള്ള ഒരു മസാലക്കറി. പിന്നെ നാരങ്ങ അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബീഫ് കറിയാണ് വെച്ചത്. അതും നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഇത്തിരി ഗ്രേവി ആയിട്ടിരുന്നാലും കഴിക്കാൻ വരുമ്പോൾ നന്നായിട്ട് കുറുകിയിരിക്കും. ഇത്തിരി കൂടുതൽ നേരം ഇരുന്ന് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകിയിരിക്കും. അപ്പം നമുക്ക് അതിലേക്ക് നമ്മുടെ ഗ്രേവി ബീഫിൻ്റെ കറിയും കൂടെ വെച്ച് കൊടുക്കാം. ബീഫ് കറിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുഴച്ചൊന്നുമല്ല വെച്ചിരിക്കുന്നത്, എന്നാലും കറിയില്ല, കുഴഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ബീഫ് കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ ഒരു ഉച്ചയൂണായിരുന്നു ഇന്ന് തയ്യാറാക്കിയത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. എത്ര ആളുകൾ കാണാനില്ലെങ്കിൽ പോലും നമുക്കെന്നും ആ സമയമാകുമ്പം വീഡിയോ ഇടാൻ തോന്നും കേട്ടോ. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം.